ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓട്ടാടൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പച്ചരി ഓവർനൈറ്റ് തന്നെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല കഴുകിയിട്ട്. ഇപ്പോൾ അതിനെ വെള്ളമൊക്കെ ഒഴിവാക്കി ഒന്നുകൂടി കഴുകി എടുത്തിട്ട് നേരെ നമുക്കൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടി അതിനനുസരിച്ച് അരി എടുക്കാം, പ്രത്യേകിച്ച് കണക്കില്ല. അപ്പോൾ ആദ്യം ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഈ ഒരു കട്ടിയിലാണ്. എന്നിട്ട് വീണ്ടും ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇതിൽ കുറച്ച് കട്ടിയിൽ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു ചായപാത്രത്തിൽ ഒരു ഗ്ലാസ്സോളം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നല്ലോണം വെട്ടി തിളക്കണം കേട്ടോ. അത് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് തന്നെ ഞാൻ ഓട്ടട ചട്ടി അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഒന്ന് ചൂടായി കിട്ടട്ടെ കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലേക്കൽ തൊട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി തൊട്ടെടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോഴേ എൻ്റെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ കാണാനും പറ്റും കേട്ടോ. അങ്ങനെ അടുത്ത ട്രിപ്പ് ഞാൻ അരി വീണ്ടും ഇട്ടെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിൽ എന്തൊക്കെ ചേർക്കുന്നത് എന്തൊക്കെ ചേർക്കാമെന്നൊക്കെ പറയാം കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം ചോറാണ് കേട്ടോ. എൻ്റെ 2 പിടുത്തത്തിൻ്റെ ചോറ്, പിന്നെ ഒരു അല്പം കൂടി ഒരു നുള്ള് നമ്മളൊരു ടീസ്പൂൺക്കുള്ള ഒരല്പം ചോറും കൂടി ഉള്ളത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, അപ്പോൾ അത്രയും ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചോറായി പോയാലും വേടിക പിടിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് നല്ല അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതുപോലെ നല്ല കട്ടിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഒരു അരമുറി തേങ്ങ അത് ചിരണ്ടിയിട്ടായാലും കട്ട് ചെയ്തിട്ടായാലും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് പൂണ്ടെടുത്തതാണ്, എളുപ്പപ്പണിയല്ലേ. അതും കൂടി ജസ്റ്റ് ഇതുപോലെ ആദ്യം ഒന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഓട്ടട നല്ല കറക്റ്റായിട്ട് നമുക്ക് ആരെടുത്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെട്ടി തിളക്കണ വെള്ളം ഉണ്ടല്ലോ, അത് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ചൂടോടെ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല ചൂടോടെ വേണം നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഞാൻ അപ്പം തന്നെ അടുപ്പിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ചില അരിപ്പൊടി ചില അരി നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നല്ല കട്ടകളാവും. അത് കണ്ടിട്ട് പേടിക്കാൻ കേട്ടോ. ഒന്ന് നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഇതിപ്പോൾ അത്ര കട്ടാവാത്ത ഒരു അരിയാണെന്ന് തോന്നുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജാറിൽ ഇത്തിരി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുവറ്റിയിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഇപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടടച്ചട്ടി നല്ല ചൂടായ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ 2 കൈയിലോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ആരെടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ആരെടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല കുത്തൊക്കെ വരണം. ഏത് നന്നാവാത്ത ഓട്ടട അരിയാണെങ്കിലും നമ്മൾ ഇതുപോലെ തേങ്ങയൊക്കെ അരച്ച് ഒക്കെ ചോറും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ആരെടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓട്ടട കുത്തപ്പം റെഡി ആയിട്ടുണ്ടാവും. ഓരോരോ നാട്ടിൽ ഓരോരോ പേരുകളാണ് കേട്ടോ. അപ്പോൾ കുത്തപ്പം എന്നും പറയും, ഓട്ടട എന്നറിയും. ഇനി വേറെ എന്താ പേരുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താണെന്ന് പറയാൻ വെച്ചാൽ കമൻറ്റ് ചെയ്യാതോ. നല്ല സോഫ്റ്റായിട്ട് കണ്ടില്ല, നല്ല കുത്തെടുത്തിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാറ്ററി കൂടി അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ചൂടാവുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് ആരെടുത്ത് വരും. അപ്പോൾ ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റോ അര മിനിറ്റോളം മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാട്ടോ, കോരി മാറ്റി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടട. അപ്പോൾ അടുത്തത് കൂടി ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്ത് കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. ബാക്കിലൊക്കെ ഒന്നും കരിഞ്ഞിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഓട്ടട ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും.